ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ ബിജെപി സ്ഥാനാർത്ഥി കങ്കണ റണൌത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മാണ്ഡിയിലെ ജനങ്ങൾ സ്നേഹവും വോട്ടും നൽകി തന്നെ വിജയിപ്പിക്കുമെന്നും കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ മാനസികാവസ്ഥയിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും കങ്കണ റണൌത്ത് പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ മാണ്ഡിയിൽ മെഗാ റോഡ് ഷോ നടത്തിയതിനു ശേഷമാണ് സിനിമാ താരവും ബിജെപി സ്ഥാനാർത്ഥിയുമായ കങ്കണ റണൌത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മാണ്ഡിയിലെ ജനങ്ങൾ അവരുടെ സ്നേഹവും വോട്ടും നൽകി തന്നെ വിജയിപ്പിക്കുമെന്ന് കങ്കണ റണൌത്ത് പറഞ്ഞു. ഇന്ന് രാജ്യത്തെ സ്ത്രീകൾ എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുകയാണ്. മാണ്ഡിയിലെ സ്ത്രീകളും വിദ്യാഭ്യാസ മേഖലയിലും ബിസിനസ് രംഗത്തും സൈന്യത്തിലും രാഷ്ട്രീയത്തിലും ശക്തമായ സാന്നിധ്യം രേഖപ്പെടുത്തുന്നുണ്ടെന്നും കങ്കണ പറഞ്ഞു. രാഷ്ട്രീയത്തിനപ്പുറം കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ നിലപാടുകളും മാനസികാവസ്ഥയും ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നും കങ്കണ റണൌത്ത് വ്യക്തമാക്കി. बेटियों का पैदा होना अब भारतवर्ष में एक दुर्भाग्य न मानकर एक सौभाग्य की बात मानी जाती है और आपको जानकर खुशी होगी कि गोद लेने में भी जो है बेटियों को ही प्राथमिकता मिल रही है. लोग बेटियों को ही गोद लेना चाह रहे हैं. कांग्रेस की जो है देशद्रोही मानसिकता जो है वो एक पूरे देश के लिए जो है वो एक चिंता का विषय थी. अवश्य ही उससे जो है लड़ने के लिए देशद्रोही मानसिकता महिलाओं के प्रति जो उनकी नीच सोच है. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും സംസ്ഥാനത്തെ മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗാണ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ജൂൺ 1 അവസാന ഘട്ടത്തിലാണ് മാണ്ഡി ഉൾപ്പെടെ ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. ജനം, ഡൽഹി.